അപ്പോൾ എന്തായാലും നേരത്തെ ഒരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇഡ്ഡലി മാവ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അരി ഇടുന്നതിൻ്റെ ഉഴുന്നിടുന്നതിൻ്റെയൊക്കെ അളവൊക്കെ ഒന്ന് കാണിച്ച് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണേന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും പിന്നെ പുതിയതായിട്ട് കാണുന്ന ഒത്തിരി പേരുണ്ടല്ലോ, അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു നാഴി പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഈ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇഡ്ഡലിക്കാണെങ്കിലും ദോശയ്ക്കാണെങ്കിലും നമ്മൾ പച്ചരി എടുക്കുമ്പോഴത്തേക്ക് പച്ചരി കുറച്ചും ഉഴുന്ന് കൂട്ടിയെടുക്കണം. ഉഴുന്ന് ഇത്തിരി അധികം എടുക്കണം. പച്ചരി എടുത്തിരുന്ന അതേ നാഴിയിൽ തന്നെയാണ് ഞാൻ ഉഴുന്നെടുക്കുന്നത്. അപ്പോൾ അതേ ഒരളവിൽ ഉഴുന്നെടുത്തിട്ട് പിന്നെ ഇപ്പോൾ ഒരു നാഴി ഉഴുന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈപ്പിടി അളവിനാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം എടുത്തിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പച്ചരി എടുക്കുന്ന സമയത്ത് പച്ചരി കുറച്ചും ഉഴുന്ന് നമ്മൾ ഇത്തിരി അധികം ഒന്നും എടുക്കണം. അപ്പോൾ കൈ അളവിന് വേണ്ടിയിട്ട് ഒരു കൈക്ക് വേണ്ടിയിട്ട് ഉഴുന്നും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ലേശ ഉലുവ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഒരുപാടൊന്നും കൂടി പോകുകയൊന്നും ചെയ്യല്. അപ്പോൾ ഞാൻ ഒരു ഇത്തിരി എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇത്രയാണ് എടുത്തിരിക്കുന്ന പച്ച ഉലുവ. അപ്പോൾ ഇതിന് കഴുകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 വെള്ളം കഴുകിയിട്ട് 3ാമത്തെ വെള്ളത്തിലാണ് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴുകുന്ന സമയത്ത് ഇതിൻ്റെ അഴുക്കും അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് 2 വെള്ളം കഴുകുന്നത്. ഒരുപാടിട്ട് കഴുകി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഉഴുന്നിൻ്റെ കൊഴുപ്പങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി അങ്ങ് കഴുകല്. ഇനിയിപ്പോൾ ഇത് 2 വെള്ളം ഞാൻ കഴുകിയതിന് ശേഷം 3ാമത്തെ വെള്ളത്തിലാണ് ഞാൻ മാറ്റി വെക്കണം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ അരി അരച്ചെടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് നന്നായിട്ട് നമ്മൾ കഴുകി എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതേ കണക്ക് നമ്മൾ കഴുകുന്ന സമയത്ത് 2 വെള്ളം മാത്രമേ കഴുകാവൂ. പിന്നെ ഈ പാത്രം വെച്ചിട്ട് വെള്ളം ഞാൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉണക്കല്ലേ, അപ്പോൾ വാഴയ്ക്ക അല്ലെങ്കിൽ വെളിയിൽ നിൽക്കുന്ന എത്തിപ്പിലും മുളകൊക്കെ നിൽപ്പുണ്ടല്ലോ കുറച്ച്, അപ്പോൾ അതിനൊക്കെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം മാറ്റിയെടുത്തത് കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, പിന്നെ എനിക്ക് കഴിഞ്ഞ മെസ്സേജൊക്കെ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേവട്ടം വന്നിട്ടുണ്ടോയെന്ന് ഒത്തിരി പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്ലേവട്ടം വന്നിട്ടില്ല. അതേ കണക്ക് തന്നെ യൂട്യൂബിൻ്റെ വരുമാനം വന്ന് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇത് രണ്ടുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോഴും നമ്മൾ പച്ചരി നന്നായിട്ട് കഴുകി 2 വെള്ളം കഴുകിയിട്ടാണ് ഞാൻ മാറ്റി വെച്ചിരുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ വൈകുന്നേരം ഒരു 5-5:30 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു 2-3 വെള്ളം നല്ലവണ്ണം ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നമ്മളിട്ട് കഴുകി കഴിഞ്ഞാൽ ഇതിൻ്റെ കൊഴുപ്പ് പോവും, ഉഴുന്നിൻ്റെ കൊഴുപ്പ് പോവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പച്ചരി ഇടുന്ന സമയത്ത് നമ്മൾ കഴുകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തുള്ള അഴുക്കും പൊടിയും എന്തൊക്കെ ഉണ്ടോ അത് ആ വെള്ളത്തിൽ കൂടെ അങ്ങ് പോകും. പിന്നെ വൈകുന്നേരം നമ്മൾ എടുക്കുന്ന സമയത്ത് കുറച്ച് ഒരു 2-3 വെള്ളത്തിലൊന്ന് കഴുകി പെട്ടെന്നൊന്ന് കഴുകി ഇങ്ങ് എടുക്കണം. ഒരുപാടിട്ടങ്ങ് ഞവിടി കൈ കൊണ്ട് മിക്സ് ചെയ്ത് ഞവിടി കഴുകുക അങ്ങനെ ഒന്നും ചെയ്യരുത്. പിന്നെ ഒരു കൈപ്പിടി അളവിന് വേണ്ടിയിട്ട് ചോറെടുത്തിട്ടുണ്ട്. പിന്നെ ഒത്തിരി പേര് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി ഉണ്ടല്ലോ, വെള്ളത്തിയിട്ട് കുതിർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടൊക്കെ അരച്ചെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലേഡ് പെട്ടെന്ന് പാഴിപ്പോവും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ചോറ് ചേർക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് കേട്ടോ. അപ്പം ഞാനിവിടെ ചോറാണ് ചേർക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ പച്ചരി അരച്ചെടുക്കുന്ന സമയത്ത് 2 തവണയായിട്ടാണ് ഞാനിവിടെ അരച്ചെടുക്കുന്നത്. വെള്ളം ഒഴിക്കുന്ന സമയത്ത് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അരി നമ്മൾ എപ്പോഴും അരച്ചെടുക്കുമ്പോഴും പച്ചരി ഇട്ടതിന് ശേഷം 1 ഇഞ്ച് താഴ്ത്തി മാത്രമേ നമ്മൾ വെള്ളം ഒഴിക്കാവൂ. എന്നിട്ട് ഇങ്ങനെ ചരിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം വെള്ളം എത്രത്തോളം ഉണ്ടെന്ന്. അതിൻ്റെ നിവക്ക നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ മാവ് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് നല്ല ലൂസ് മാതിരി ഇരിക്കും. നമ്മൾ ആ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടത്തുമില്ല. വെള്ളം ഒരുപാട് കൂടി പോകുമ്പോഴത്തേക്കാണ് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ആ ഒരു സമയത്ത് പിന്നെ അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിയൊക്കെ ഇരിക്കുമല്ലോ, അങ്ങൊഞ്ഞൊക്കെ പൊട്ടിയൊക്കെ ഇരിക്കും. അപ്പോൾ അത് ആ ഒരു ഷേപ്പിന് അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അത് കാണാനായിട്ട് അങ്ങനെ ഒരു ഭംഗിയും കാണത്തില്ല. നമ്മൾ ആ വിചാരിക്കുന്ന രീതിയിലുള്ള ആ ഒരു ഇഡ്ഡലിയുടെ ആ ഒരു പരുവത്തിന് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതേ കണക്ക് അരി അരച്ചെടുത്തതിന് ശേഷം കയ്യിൽ നിന്ന് ഇതുപോലെ വിട്ട് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതേ കണക്ക് മുറിഞ്ഞ് വീഴുന്ന ആ അതേ കണക്കിന് തന്നെ നമ്മൾ പിന്നെ മാവ് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യത്തെ മാവ് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഇതേമാതിരി എടുക്കുക. രണ്ടാമത് നമ്മൾ അരി അരച്ചെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ നിന്ന് ഒരു തുള്ളി ഒരു ഇച്ചിരി കൂടെ ഒരു വെള്ളം ഒരു ലേശം കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആ രണ്ടാമത്തെ മാവ് ഒരിത്തിരി ലൂസാക്കി തന്നെ എടുക്കണം കേട്ടോ. ഒരുപാട് അങ്ങ് ലൂസായി പോവല്. ആദ്യത്തെ കട്ടിയായിട്ടും രണ്ടാമത് ഒരിച്ചിരി ഒരു ലൂസായിട്ട്, എങ്കിലും ഇതിൻ്റെ വെള്ളം ഒരുപാട് നിവക്കയൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല. അപ്പോൾ അത് നോക്കിയിട്ട് വേണം അതങ്ങനെ ചെയ്തെടുക്കാനായിട്ടുള്ളത്. മിക്സിയിൽ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് പിന്നെ നല്ല പേസ്റ്റ് പരുവത്തിന് നമ്മൾ അരച്ചെടുക്കില്ല. ഇഡ്ഡലിക്ക് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ചെറിയ ഒരു തരി പോലെ വേണം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റവയൊക്കെ കൊണ്ട് വന്നിട്ട് അതിൻ്റെ ഒരു തരി ഉണ്ടല്ലോ, അതിൻ്റെ നിന്ന് ഒത്തിക്കൂടെ അങ്ങ് കുറയ്ക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു കണക്കിന് വേണം നമ്മൾ മാവ് അരച്ചെടുക്കാനായിട്ടുള്ളത്.
പിന്നെ ഞാൻ ഇതിൽ കുറച്ച് ഉപ്പുനീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് കൈ കൊണ്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് പിറ്റേന്ന് രാവിലെ നമ്മൾ എടുക്കുമ്പോൾ നല്ല പാകത്തിന് കിട്ടും. നമ്മൾ കല്ലിൽ അരച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല കറക്റ്റായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്തല്ലേ നമ്മൾ കോരിയൊക്കെ എടുക്കുന്നത്. മിക്സിയുടെ ജാറിലാകുമ്പോഴത്തേക്ക് അത് ചൂടായിട്ടാണ് മാവ് വരുന്നത് കേട്ടോ. മിക്സിയുടെ ജാറിൽ നമ്മൾ അരി അരച്ച് തീർന്നിട്ട് മാവ് ഇങ്ങനെ കോരി എടുക്കുമല്ലോ, ആ ഒരു സമയമാകുമ്പോൾ നോക്കുമ്പോൾ അറിയാം മിക്സി ചൂടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് നല്ലതുപോലെ അടച്ച് വൃത്തിയാക്കി ഇതുപോലെ അടച്ച് മാറ്റി വെക്കുവാണെങ്കിൽ നമുക്ക് പിറ്റേന്ന് രാവിലെ എടുക്കുമ്പോൾ നല്ല പാകത്തിന് നല്ല കറക്റ്റായിട്ട് മാവ് നല്ലതുപോലെ പൊന്തിയിരിക്കും. പിന്നെ ഇപ്പം ഞാൻ അരിയെല്ലാം അരച്ച് മാറ്റിയെല്ലാം മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലത്തേക്ക് സാമ്പാറിന് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുപ്പിൽ ഇതേ കണക്ക് കുക്കറിൽ വെച്ചിട്ട് അടപ്പ് വെച്ച് നോക്കിയപ്പോൾ അതിൻ്റെ വിസിൽ കേൾക്കുന്നില്ല. പിന്നെ ഞാൻ അതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷമാണ് പിന്നെ ഞാൻ അടുപ്പിൽ വെച്ച് വേറെ അടപ്പൊക്കെ വെച്ചിട്ട് അടച്ചെടുത്തത് കേട്ടോ. സാമ്പാറിന് കടുകും കൂടെ വറുത്തതിന് ശേഷം ഞാൻ അടച്ച് ഈ സൈഡിൽ തന്നെ വെക്കുന്നുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ സാമ്പാർ വെക്കാനായിട്ട് പറ്റാത്തത് ഈ അടുപ്പിൽ തീ പറ്റി വരാനായിട്ട് സമയം എടുക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇപ്പോൾ രാവിലെ നേരമൊക്കെ വെളുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ താമസിച്ചാണ് എണീച്ചത്. ഒരു 6:45 ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ആർക്കും പോകണ്ടല്ലോ. അപ്പോൾ ഇന്നലെ മാവെല്ലാം റെഡിയാക്കിയൊക്കെ വെച്ച് സാമ്പാറിനൊക്കെ എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ച് സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ വന്നപ്പോഴത്തേക്ക് പിന്നെ ചെറിയ ഒരു വീഡിയോ ഞാൻ എടുത്തതാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പുറത്തുള്ള ഒരു ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ അടുപ്പിൽ തീ കത്തിക്കുന്ന സമയത്തെ നല്ല ഒരു സമയം എടുക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ തന്നെ ഞാൻ ഇതേ കണക്ക് സാമ്പാറുമൊക്കെ വെച്ചിട്ട്. അപ്പോൾ രാവിലെ ആകുമ്പോൾ നമുക്ക് ചായ ഇട്ട് പിന്നെ കാപ്പി ഇഡ്ഡലിയും കൂടെ ഉണ്ടാക്കി എടുത്താൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തെടുത്തത്. അപ്പോൾ ചായക്ക് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. മോൻ അടുപ്പിൽ തീയൊക്കെ കത്തിച്ച്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി സമയം എടുക്കും ഇത് കത്തി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ തീയൊക്കെ കത്തിച്ച് ചായയൊക്കെ എല്ലാം റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ വെച്ചിട്ട് ഞാൻ നല്ലതുപോലെ കടുകൊക്കെ വറുത്ത് ഇന്നലെ ഒഴിച്ച് വെച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് കുക്കറിൻ്റെ അടപ്പ് വെച്ച് തന്നെ അടച്ച് ആ ഒരു സൈഡിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് നമ്മൾ ഇതുവരെ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടില്ല. ഇഡ്ഡലി സാമ്പാറൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് പിന്നെ ഇന്നിപ്പോൾ ഞായറാഴ്ചയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്ന നേരത്തെ വീഡിയോയിലൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇഡ്ഡലി സാമ്പാറൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ വീഡിയോ ഇടണേ. കഴിഞ്ഞൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു സാമ്പാർ വെക്കുന്ന സമയത്ത് വീഡിയോ കാണിക്കണം. അപ്പോൾ അടുത്ത ഒരു വീഡിയോ സാമ്പാർ വെക്കുമ്പോഴത്തേക്ക് ഞാൻ എന്തായാലും അതൊരു വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ എങ്ങനെയാണോ സാമ്പാർ വെക്കുന്നതെന്നുള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരും. ഇപ്പോൾ ഗ്യാസ് ഇല്ലാത്തതിനെ കൊണ്ടാണ് ഞാൻ ഈ അടുപ്പിൽ തന്നെയാണ് സാമ്പാറിന് ഞാൻ വെച്ചെടുത്തത് കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൻ്റെ അടിഭാഗത്ത് മാത്രമേ കരി പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ചായയൊക്കെ എല്ലാം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ മാവ് നല്ലതുപോലെ പൊന്തി നല്ല കറക്റ്റ് പരുവത്തിനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ അരച്ചെടുത്ത സമയത്ത് കട്ടിയായിട്ടാണല്ലോ അരച്ചെടുത്തത്. പിന്നെ ലേശം ഒരു രണ്ടാമത് നമ്മൾ അരച്ചെടുത്തപ്പോൾ ഒരു ഇച്ചിരി ഒന്ന് വെള്ളവും കൂടെ വെച്ച് അരച്ചിട്ടുണ്ട്. അപ്പോഴേ എന്നാലും നല്ല കട്ടിക്ക് തന്നെ കറക്റ്റ് പരുവത്തിന് ഇരിക്കുന്നത്. അപ്പോൾ ഇഞ്ചിയും പച്ചമുളക് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നലെ മാവ് മിക്സ് ചെയ്ത് വെച്ച സമയത്ത് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഉപ്പ് ചേർക്കാതിരുന്നത്. മക്കൾക്ക് 2 പേർക്കും ചായ ഒഴിച്ച് എനിക്ക് മധുരമില്ലാത്ത ചായയാണ് ഇപ്പോൾ മാറ്റി വെച്ചത് കേട്ടോ. കൊച്ചുങ്ങൾക്ക് 2 പേർക്കും മധുരമായിട്ട് ഞാൻ ചായ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എണ്ണ തടവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കണക്ക് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയതിന് ശേഷം ഇളവി വരാൻ വേണ്ടിയിട്ടാണ് ഇതേ കണക്ക് ഞാൻ പാത്രത്തിനകത്ത് തട്ടത്തിൽ എണ്ണ പുരട്ടി കൊടുത്തത്. അപ്പോൾ എണ്ണ പുരട്ടിയതിന് ശേഷം നമ്മൾ മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല കണക്ക് ഇളവി വരും കേട്ടോ. മാവ് നേരിട്ട് നമ്മൾ എണ്ണ പുരട്ടാതെ നമ്മൾ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ ഇളക്കി എടുക്കുമ്പോഴത്തേക്ക് മൊത്തത്തിൽ എന്തോ പോലെ മൊത്തത്തിൽ പൊടിഞ്ഞ് ഇളവി അവിടെ ഇവിടെയൊക്കെ മൊത്തത്തിൽ പറ്റി പിടിച്ചൊക്കെ ഇരിക്കും. അപ്പോൾ അതൊരു വൃത്തിയായിട്ട് തോന്നത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് ഇതേ കണക്ക് നല്ല രീതിക്ക് തന്നെ ഇതേപോലെ മടങ്ങി കണക്ക് കട്ടിയായിട്ട് മാവ് വീഴും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കട്ടി കുറച്ച് തന്നെ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ഇതേ പരുവത്തിൽ തന്നെ അരച്ചെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ട് വീഡിയോയിൽ കാണിക്കാം. ഇഡ്ഡലി നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല പാകത്തിന് തന്നെ നല്ലതുപോലെ വെന്ത് നല്ല പരുവത്തിന് പൊന്തി വന്നിട്ടുണ്ട്. അത് നമ്മൾ വെള്ളം കുറച്ച് നല്ല കട്ടി പരുവത്തിന് മാവ് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ തട്ടത്തിൽ ഒഴിച്ചപ്പോൾ മടങ്ങിയല്ലേ വീണത്, ചെറുതായിട്ട് കട്ടി പോലെ. അപ്പോൾ അങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു ഇഡ്ഡലി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതേ പരുവത്തിന് മാവ് അരച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കി നോക്കിയിട്ട് അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും ഒരു കമൻ്റ് ഇടണേ. ഇഡ്ഡലിക്ക് മാവ് നമ്മൾ തട്ടത്തിൽ ഒഴിക്കുന്നതിന് മുന്നേ എണ്ണ തടവിയതിനെ കൊണ്ടാണ് ഇതേ കണക്ക് നമ്മൾ സ്പൂണ് കൊണ്ട് ഇളക്കി എടുക്കുന്ന സമയത്ത് നല്ല കണക്കിനെ പെട്ടെന്ന് ഇളക്കിയിടാനായിട്ട് പറ്റുന്നത് കേട്ടോ.
അപ്പോൾ നമ്മളെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാമ്പാർ ഞാൻ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഡ്ഡലി ഇന്നിപ്പോൾ ഞായറാഴ്ചയാണല്ലോ, ഇന്നിപ്പോൾ രാവിലത്തേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇഡ്ഡലിയുടെയും സാമ്പാറിൻ്റെയും വീഡിയോ വരുന്നത് നാളെ രാവിലെ വീഡിയോ ഇടും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമുക്ക് വീഡിയോ ഇടാനൊന്നും പറ്റത്തില്ലല്ലോ. ഇപ്പോൾ രാവിലെ എടുത്തെങ്കിലും പിന്നെ എഡിറ്റ് ചെയ്യണം, ഒത്തിരി ജോലിയുണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ആ ഒരു സമയത്ത് മെയിനായിട്ട് ഇതിൽ ചേർക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിവേപ്പില, ഇഞ്ചിയും പച്ചമുളകും എന്തായാലും ചേർക്കണം. അപ്പോഴതിൻ്റെ ആ ഒരു ടേസ്റ്റ് മണമൊക്കെ കിട്ടും. അപ്പം നമ്മളെ ഇഡ്ഡലി സാമ്പാറും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയതായിട്ട് കാണുന്നവരും എല്ലാവരും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.